ശ്രീ കെ സി നാരായണനെ പറ്റി രണ്ട് വാക്ക് കൂടി പറഞ്ഞാൽ 1952 പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരത്ത് ജനനം. 1974 പട്ടാമ്പി കോളേജിൽ നിന്ന് MA പാസ്സായി. 1975 മുതൽ 1998 വരെ മാതൃഭൂമിയുടെ വിവിധ യൂണിറ്റുകളിൽ പ്രവർത്തിച്ചു. ഇതിനിടയിൽ മാതൃഭൂമി ആഴ്ച പതിപ്പ്, വാരാന്ത പതിപ്പ് എന്നിവിടെയും ചുമതല വഹിച്ചു. 1998 വിരമിച്ചു. തുടർന്ന് മലയാള മനോരമയിൽ ഭാഷാഭൂഷണിയുടെയും ഇയർ ബുക്കിൻ്റെയും ചുമതല വഹിച്ചു. 2019 പിരിയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൃതികൾ വലിയ പാലിൻ്റെ പാഠങ്ങൾ, മലയാളിയുടെ രാത്രികൾ, മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ, മഹാത്മാഗാന്ധിയും മാധവിക്കുട്ടിയും. കേരള സാഹിത്യ അക്കാദമിയുടെ 2023 CBC കുമാർ എൻഡോമെൻ്റ് അദ്ദേഹത്തിന് ലഭിച്ചത് മഹാത്മാഗാന്ധിയും മാധവിക്കുട്ടിയും എന്ന പുസ്തകത്തിനാണ്. ഇന്ന് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്ന വിഷയം MTയും തുഞ്ചൻ പറമ്പും. നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ സ്വന്തം പേരിലും തുഞ്ചൻ പറമ്പിൻ്റെ പേരിലും അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടുകൂടെ ഈ വിഷയം സംസാരിക്കാനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള ശ്രീ വൈശാഖ മാഷ്, സദസ്സിലെ അഭിവന്ദ്യ സുഹൃത്തുക്കളെ, ഉദ്ദേശം 40-ലധികം കൊല്ലം MTയുമായിട്ട് നിരന്തരമായി അടുത്ത് പെരുമാറാൻ അവസരം കിട്ടിയ ഒരാളാണ്. അതിൽ കുറേ ഭാഗം അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തു, കുറേ ഭാഗം അദ്ദേഹത്തിൻ്റെ കീഴിലല്ലാതെ അകന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്തു. തുടക്കത്തിൽ ഞാൻ 75-ലാണ് മാതൃഭൂമിയിൽ കൊച്ചിയിൽ ജോലി ചെയ്തത്. അപ്പോൾ കൊച്ചിയിൽ ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കോഴിക്കോട് നിന്ന് എത്രയോ ദൂരെയുള്ളൊരു സ്ഥലമായിരുന്നു. അതായത് കോഴിക്കോട്ടേക്ക് കൊച്ചിയിൽ നിന്ന് എത്തുക എന്ന് പറയുന്ന ഒരൊറ്റ തീവണ്ടിയില്ല. ഒരു തീവണ്ടി കേരളം മുഴുവൻ കാസർഗോഡ് മുതൽക്ക് പാറശാല വരെ ഓടുന്ന ഒരു ഐക്യ കേരള തീവണ്ടി, ഈ പരശുരാം എക്സ്പ്രസ് വന്നത് 1975 അവസാനത്തിലാണ്. അതുവരെ ഒരാൾക്ക് കേരളത്തിൽ നെടുനീളം യാത്ര ചെയ്യാനായിട്ടൊരു മാർഗമില്ല. അപ്പം അന്ന് അത്ര വിദൂരമായിരുന്നു ഈ രണ്ട് നഗരങ്ങളും. കൊച്ചിയിൽ നിന്ന് ട്രങ്കാൾ വിളിച്ചാലേ കോഴിക്കോട്ടേക്ക് ഫോൺ കിട്ടുള്ളൂ. കോഴിക്കോട്ട് ആഫീസിലുള്ള ഒരു മാതൃഭൂമിക്കാരനെ കണ്ടുമുട്ടുക എന്നത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ 2 കൊല്ലമോ 1 കൊല്ലമോ ഒക്കെ കഴിയുമ്പോഴായിരുന്നു. അത്ര അകന്നിട്ടായിരുന്നു. അങ്ങനെ ഞാൻ കൊച്ചിയിൽ മാതൃഭൂമിയിലാണെങ്കിലും MT കോഴിക്കോട്ടും അതേ സ്ഥാപനത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എനിക്കൊന്ന് കാണണം എന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം ന്യൂസ് എഡിറ്റർ KK ശ്രീധരൻ നായർ 77 ഞങ്ങളെയൊക്കെ വിളിച്ച് പറഞ്ഞു, MTക്ക് കുറച്ച് സീരിയസാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും ഫോട്ടോൻ്റെ ബ്ലോക്കും ഒക്കെ ഈ മേശവലിപ്പിലുണ്ട്. എപ്പോഴാണ് എന്താ സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. സംഭവിച്ചാൽ അത് ഉടനെ എടുത്ത് ഉപയോഗിക്കണം. ഞങ്ങളൊക്കെ രാത്രി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഉത്കണ്ഠയിൽ എന്തും സംഭവിക്കാം എന്നുള്ളതാണ് പത്രപ്രവർത്തകൻ്റെ എല്ലായ്പ്പോഴുള്ള ഒരു തത്വം. ആ ഉത്കണ്ഠയിൽ എത്രയോ രാത്രികൾ ഈ കൊച്ചിയിലെ ഡെസ്കിൽ കഴിഞ്ഞു. ചില ഷിഫ്റ്റിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഒരു ട്രെയിനി പയ്യനാണ്. അപ്പം എനിക്ക് വേണം ഈ തീരുമാനമെടുക്കാനും അത് പ്രാവർത്തികമാക്കാൻ. ആ ഭാരിച്ച ഉത്തരവാദിത്വത്തിൻ്റെ കനമോർത്തും നമ്മൾ ചെയ്യാൻ പോകുന്ന പണിയുടെ അതിലുള്ള ദുഃഖമോർത്തും ആകെ വിഷണ്ണനായിട്ടാണ് ഞങ്ങളെല്ലാവരും അന്ന് 3:30 മണിക്ക് പുലർച്ചെ 3:30 ആഫീസ് വിട്ടുപോവുക. ഭാഗ്യവശാൽ MTക്ക് അന്ന് ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തിന് പുനർജന്മം കിട്ടി. 1977 അവസാനം
ഞാൻ കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫറായിട്ട് വന്നു. കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫറായിട്ട് വന്നപ്പോൾ മാതൃഭൂമിക്ക് അന്ന് കാർഷിക വ്യാവസായിക സപ്ലിമെൻ്റ് എന്നൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ ഒക്കെ അതിൻ്റെ വിശദാംശങ്ങളെ ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വലിയ പ്രസിദ്ധീകരണമാണ്. അഖിലേന്ത്യാ തലത്തിലൊക്കെ അതിൻ്റെ പരസ്യം കിട്ടും. അപ്പോൾ അതിൻ്റെ സാങ്കേതിക ചുമതല ഏതെങ്കിലും ഒരു സീനിയറായ ഒരു എഡിറ്ററാവും. അതിൻ്റെ കയ്യാളോ സബ് എഡിറ്ററോ ആയിട്ട് ഞങ്ങളെപ്പോലുള്ള പയ്യന്മാരും നിയോഗിക്കപ്പെടും. അങ്ങനെ 78 ആ ചുമതല ഏൽക്കേണ്ടി വന്നത് ഞാനായിരുന്നു. അപ്പോൾ MT ആണ് അതിൻ്റെ ചുമതല സാങ്കേതികമായിട്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ചെന്ന് കണ്ടു ഞാൻ. ഒരു ദിവസം വരൂ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്നിരുന്നു. പതിവ് പോലെ അദ്ദേഹം ഇരിക്കാനൊന്നും പറയില്ല. നമ്മളിരിക്കണമെങ്കിൽ ഇരിക്കുക, അത്രയേ ഉള്ളൂ. ഞാനിരുന്നു. കുറേ നേരം ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം അടുത്ത ബീഡി കത്തിച്ചു. എന്നിട്ട് പറയാൻ തുടങ്ങി വളരെ സൗമ്യമായ ശബ്ദത്തിൽ, ഇത്തരം പ്രസിദ്ധീകരണങ്ങളൊക്കെ ഈ സർക്കാരിൻ്റെ കണക്കും അവരുടെ ക്ലെയിമുകളും അവകാശവാദങ്ങളൊക്കെ നിറഞ്ഞ വിരസമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളായിട്ടാണ് കാണാറ്. അപ്പം നമ്മുടെ ചാലഞ്ച് എന്നുള്ളത് ഈ ഇത്തരം വിവരങ്ങളെയും ഒക്കെ എങ്ങനെ വായനക്കാരെ കൊണ്ട് വായിപ്പിക്കാം എന്നുള്ളതാണ്. അതെന്താ വഴി? അപ്പോൾ ഞാനൊന്നും വേണ്ടിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗമോ അവർക്ക് എന്തെങ്കിലും ക്ലേശോ ഉണ്ടായി, അവരാണ് ഇതിൻ്റെ റിസീവിങ് എൻഡ്. അതന്നെ പറഞ്ഞത്. ആ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, റിസീവിങ് എൻഡ്. അപ്പോൾ ആ റിസീവിങ് എൻഡിൽ ഇവർക്ക് എന്ത് മെച്ചം കിട്ടി അല്ലെങ്കിൽ മെച്ചം കിട്ടിയില്ല എന്നുള്ള ദിക്കിൽ നിന്ന്, ആംഗിളിൽ നിന്ന് നമുക്കിത് തുടങ്ങണം. അപ്പം അങ്ങനെ ഈ ലേഖനങ്ങളുടെ മുഴുവൻ ഊന്നൽ ജനങ്ങൾ എന്ന റിസീവിങ് എൻഡിൽ നിന്ന് തുടങ്ങുക. എനിക്ക് പത്രപ്രവർത്തനത്തിൽ ഒരു വലിയ കൺതുറപ്പിക്കലായിട്ട് അനുഭവപ്പെട്ട വാക്കുകളായിരുന്നു. കാരണം എന്ത് പദ്ധതിയും തുടങ്ങുന്നത് അതിൻ്റെ ഫലം ഗുണമോ ദോഷമോ അനുഭവിക്കേണ്ടി വരുന്ന ജനങ്ങളിൽ നിന്നായിരിക്കണം എന്നുള്ള പാഠം ഒരു പത്രപ്രവർത്തകനായിട്ടല്ല MT അറിയപ്പെടുന്നത്, സാഹിത്യ പത്രപ്രവർത്തകനായിട്ടാണ്. അങ്ങനൊരു ആളിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഇത് പാഠം ചെറുതല്ല. പിന്നീട് 6 കൊല്ലം കഴിഞ്ഞിട്ട് ഡൽഹിയിൽ വെച്ചിട്ട് ഇൻഡോ കനേഡിയൻ സെമിനാർ ഓൺ സയൻസ് റൈറ്റിംഗ് എന്നുള്ള ഒരു വലിയ വർക്ക്ഷോപ്പ് നടത്തി. ആ വർക്ക്ഷോപ്പിൽ ഞാനും പങ്കെടുത്തു. പ്രസിദ്ധനായ അനിൽ അഗർവാൾ അന്ന് അവിടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അനിൽ അഗർവാൾ, അതുപോലെ യശ്പാൽ, അങ്ങനെയുള്ള പ്രസിദ്ധ സാഹിത്യ ശാസ്ത്രം എഴുത്തുകാർ അവിടെ ക്ലാസ് എടുത്തായിരുന്നു. അതിൽ ഈ അനിൽ അഗർവാളാണ് ഏറ്റവും മിടുക്കാൻ. അയാൾ ഡൽഹി IIT എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് എടുത്ത് പിന്നെ അതൊക്കെ വിട്ട് ഈ പരിസ്ഥിതി പ്രവർത്തനമായിട്ട് ഉൾച്ചേർന്ന് ലയിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഈ ശാസ്ത്രത്തിൻ്റെ പദ്ധതികളുടെ വിവരണവും വർണ്ണനയും എന്നല്ല, അത് ജനങ്ങൾക്ക് എന്ത് കിട്ടി, എന്ത് കൊടുത്തു എന്ന് അന്വേഷിച്ചറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യലാണ്. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു. ഇത് തന്നെയാണല്ലോ ഇത്രയൊന്നും ശാസ്ത്രം പഠിക്കാത്ത വേറൊരു ഉൾക്കണ്ണുകൊണ്ട് സമൂഹത്തിനെക്കുറിച്ച് അറിഞ്ഞ MT വാസുദേവൻ നായർ 6 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞത്. ഇത് പത്രപ്രവർത്തനത്തിലത്തെ ഏറ്റവും വലിയ ഒരു സിദ്ധാന്ത പാഠമാണ്. അതായത് എപ്പോഴും ജനങ്ങളിൽ നിന്ന് തുടങ്ങുക. അങ്ങനെ തുടങ്ങുക എന്നുള്ള പാഠം MT സ്വാംശീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പെരിങ്ങോത്ത് ആണവ നിലയം തുടങ്ങിയപ്പോൾ ആണവ നിലയത്തിനെ വർണ്ണിച്ച് ലേഖനം എഴുതല്ല ചെയ്തത്. അതിൻ്റെ ശാസ്ത്രവശങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് വിവരണാത്മകമായി ലേഖനം എഴുതല്ല ചെയ്തത്. അതിനെതിരായിട്ട് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ജനങ്ങളുടെ ജാഥയിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് ഇഷ്യൂ വന്നാലും കേരളയിലായാലും ശരി, അതുപോലെ
ആണവ പദ്ധതി ആയാലും ശരി, കൂടംകുളത്തെ ന്യൂക്ലിയർ പ്ലാന്റ് ആയാലും ശരി, എവിടെയാണെങ്കിലും അത് ജനങ്ങൾക്ക് എന്ത് ഉപദ്രവമോ എന്ത് അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്, അവിടെ നിന്നാണ് പത്രപ്രവർത്തനം ആരംഭിക്കേണ്ടത് എന്നുള്ള സാധനാ പാഠം എന്നെ പഠിപ്പിച്ച ഗുരുവാണ് എനിക്ക് MT. അതായത് പത്രപ്രവർത്തനത്തിൽ ആരും ഗുരുവാണെന്ന് പറഞ്ഞിട്ടില്ല. സാഹിത്യ പത്രപ്രവർത്തനത്തിലല്ല ഞാൻ പറഞ്ഞു. സാധാരണ ദിനപത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം ഒരു ഗുരുസ്ഥാനം തനിക്കുണ്ട് എന്ന് ഒരാൾ പറഞ്ഞില്ല. പക്ഷെ ഞാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ചതിൻ്റെ വലുപ്പത്തിൽ പറയുന്നു, അദ്ദേഹം എനിക്ക് ഗുരുവും കണ്ണ് തുറപ്പിച്ച ആളുമാണ്. അങ്ങനെ ആയിരിക്കണം. പിന്നീട് P. സായിനാഥ്, അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ജനപക്ഷത്തിൽ നിന്ന് സംഭവങ്ങളെയും പദ്ധതികളെയും ഒക്കെ നോക്കിക്കാണാനും അങ്ങനെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ടുള്ളൊരു വീക്ഷണം അവലംബിക്കാനും ആളുകൾക്ക് സാധിച്ചു. ഈ ഒരു പരിണാമം ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൽ പിന്നീട് വന്ന 80കളിലും 90കളിലൊക്കെ വന്ന ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വളരെ നിശിതമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് അന്ന് MT വളരെ സൗമ്യമായിട്ട് എനിക്ക് പകർന്നു തന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു മഹിമയായിട്ട് പത്രപ്രവർത്തകനായ ഞാൻ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള MT അദ്ദേഹത്തിൻ്റെ 2-3 പ്രവർത്തന മേഖലകളുണ്ടായിരുന്നു. ഒന്ന് തീർച്ചയായിട്ടും പത്രാധിപരായിട്ടാണ് അദ്ദേഹം വിജയിച്ചത്. 1968 അദ്ദേഹം മാതൃഭൂമി വീക്കിലിലെ സമ്പൂർണ്ണ ചുമതലയുള്ള സ്വതന്ത്ര എഡിറ്ററായിട്ട് മാറുന്നത്. അതിൻ്റെ മുമ്പ് അദ്ദേഹം NV കൃഷ്ണവാര്യരുടെ അസിസ്റ്റൻ്റ് എഡിറ്ററായിരുന്നു NV കൃഷ്ണവാര്യർ. അദ്ദേഹം എഡിറ്ററായിരുന്നില്ല. അത് കഴിഞ്ഞ് MT ആണ് പൂർണ്ണ ചുമതലയുള്ള ഒരു എഡിറ്ററാകുന്നത്. അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം. അങ്ങനെ 78 വരെ 80 വരെ അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്ററായിരുന്നു. അങ്ങനെ എത്രയോ ആളുകളെ വളർത്തിയെടുത്തു. സക്കറിയ 1962 19 വയസ്സ് മാത്രം ഉണ്ടായിരുന്നൊരു പയ്യൻ ഒരു കഥ അയച്ചു, ഉണ്ണി എന്നുള്ള പേരിൽ. MT അത് വായിച്ചു നോക്കി. ഇത് 19കാരനാണോ 66കാരനാണോ 70കാരനാണോ 30കാരനാണോ ഒന്നും നോക്കാതെ കഥയുടെ ഗുണം മാത്രം നോക്കി അത് അക്കൊല്ലത്തെ റിപ്പബ്ലിക് പതിപ്പിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അവിടെ മുതൽക്കാണ് സക്കറിയ ഒരു വലിയ കഥാകൃത്തായിട്ട് മാറുന്നത്. പുനത്തിൽ കുഞ്ഞബ്ദുള്ള, OV വിജയൻ, അങ്ങനെ എത്രയോ ആളുകൾ പുറത്തേക്ക് കൊണ്ടുവരാനും അവരെ ഒരു സാഹിത്യ കാലാവസ്ഥ ഉണ്ടാക്കാനും അതിന് ആധുനികത എന്ന് പേരിട്ടു. അപ്പം ആധുനികതയുടെ കാലാവസ്ഥ മലയാളത്തിൽ ഒരു 20 കൊല്ലം നിലനിർത്തുന്നതിൽ MT വലിയ പങ്ക് വഹിച്ചു. ഒരു വലിയ എക്കോസിസ്റ്റം എന്നുള്ള മട്ടിൽ ആധുനികത നിലനിർത്തുന്നതിന് അദ്ദേഹം വലിയ പങ്കാണ് വഹിച്ചത്. അത് ഞങ്ങൾ അദ്ദേഹത്തിനെ ഒരു അഭിമുഖം ഷൂട്ട് ചെയ്ത് ഭാഷാഭൂഷണിയുടെ കാലത്ത് അത് വലിയൊരു ഹാളിൽ പ്രദർശിപ്പിച്ചു. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, MT ഇങ്ങനെ പുതിയ ഒരു തലമുറയെ ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ, എന്താ അതിനെപ്പറ്റി തോന്നുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയെടുത്തു എന്ന് പറഞ്ഞ് ശുദ്ധ പോഷകാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് എന്നിലൂടെ വന്നുപോയി. അത് വളരെ യാദൃച്ഛികമാണ്. അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. മേതിൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പുതിയ എഴുത്തുകാരൻ്റെ സൂര്യവംശം എന്നുള്ള നോവൽ പ്രസിദ്ധീകരിക്കാൻ സാഹസം കാണിച്ചു. സാഹസികത. കാരണം ഈ നോവലിനെ ആശ്രയിച്ചിട്ടാണ് അതിൻ്റെ സർക്കുലേഷനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ നോവൽ ജനം വായിക്കാതിരുന്നാൽ കോപ്പി കുറയും. അങ്ങനെ കോപ്പി കുറേ വീണു. പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തോടുള്ള യുവ കഥാകൃത്തുക്കളോടുള്ള പ്രതിജ്ഞയെ ഒരു ലവലേശം പോലും തളർത്തിയിട്ടില്ല. അങ്ങനെ അദ്ദേഹം ഖസാക്കിൻ്റെ ഇതിഹാസം പ്രസിദ്ധീകരിച്ചു. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ, എണ്ണമറ്റ കൃതികൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഈ OV വിജയനെ പറ്റിയിട്ട് ഒരു അപഖ്യാതി ആരോപണം പിന്നെ ഇപ്പം പോലും വന്നു കഴിഞ്ഞു. MT OV വിജയനെ തമസ്കരിക്കാൻ ശ്രമിച്ചു. അത് വസ്തുതാപരമായി ശരിയാണോ എന്ന് ഞാൻ വെറും ആഴ്ചപ്പതിപ്പിൻ്റെ ലക്കങ്ങൾ മാത്രം പരിശോധിച്ച് ഞാനൊന്ന് നോക്കി. ഇതിന് വല്ല തെളിവും
ആഴ്ചപ്പതിപ്പിൻ്റെ ലക്കങ്ങളിൽ കാണാനുണ്ടോ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിന് വിരുദ്ധമായുള്ള കാര്യമാണ്. കാരണം ഈ MTയുടെ കാലവും OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസവും ഒരേ സമയമാണ് പ്രസിദ്ധീകരിച്ച്. ഖസാക്കിൻ്റെ ഇതിഹാസം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ, MTയുടെ കാലം കേരള ശബ്ദം ആഴ്ചപ്പതിപ്പിൽ. അത് രണ്ടും പുസ്തകമായി വന്നത് 1970. അത് രണ്ടും നിരൂപണം ചെയ്ത് മാതൃഭൂമിയുടെ ഒരേ ലക്കത്തിൽ. അതിൽ നിരൂപകൻ KP നിർമ്മൽകുമാറാണ്. KP നിർമ്മൽകുമാർ എഴുതി, എന്തുകൊണ്ടാണ് കാലം ഖസാക്കിനെ പോലെ എന്നെ അസ്വസ്ഥപ്പെടുത്താത്തത്? കാലത്തിനേക്കാൾ എത്രയോ മീതെയാണ് ഈ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് തുറന്ന് വിജയന് അനുകൂലമായും MTക്ക് ഒട്ടും അനുകൂലമല്ലാതെയും അദ്ദേഹം നിരൂപണം എഴുതി. അത് MT പ്രസിദ്ധീകരിച്ചും ചെയ്തു. അങ്ങനെ തമസ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു നിരൂപണം പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവനവനെതിരായ നിരൂപണം അത് MT പ്രസിദ്ധീകരിച്ചു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ ആരോപണത്തിൻ്റെ പൊള്ളത്തരം നമുക്ക് വ്യക്തമാവും. ഇങ്ങനെ ഉള്ള ഈ MTയെ നമ്മൾ പത്രാധിപൻ എന്നുള്ള MTയെ അതിനോടൊപ്പം തന്നെ എഴുത്തുകാരനായ MT, അദ്ദേഹം വരുമ്പോൾ തന്നെ വലിയ എഴുത്തുകാരനാണ്. എങ്ങനെ? കോളേജ് പഠിക്കുമ്പോൾ നല്ല തമാശയാണ്. കോളേജിൽ അദ്ദേഹം ചെല്ലുന്നത് വിക്ടോറിയ കോളേജ്, അത് വലിയ കോളേജാണെന്ന്. അന്ന് ചെല്ലുമ്പോൾ തന്നെ ഈ സ്വർണ്ണക്കടുക്കനൊക്കെ ഇട്ടിട്ട് അന്ന് ഒരു ഉണ്ണി എന്ന് പറഞ്ഞൊരാൾ അനുസ്മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായി അല്ലെങ്കിൽ സഹവിദ്യാർത്ഥിയായിട്ട് 1 വർഷം സീനിയർ. അപ്പം സ്വർണ്ണക്കടുക്കനൊക്കെ ഇട്ട് ഒരു ഗ്രാമീണനായ ഒരു പയ്യനാണ് വരുന്നത്. അദ്ദേഹം ആ പയ്യനെ അനുസ്മരിക്കുന്നുണ്ട്. ആദ്യത്തെ വർഷം MT ഇലക്ഷന് നിന്നു. അപ്പോൾ MT അന്ന് ആരും അറിയില്ല, കഥയൊക്കെ ചെറുതായിട്ട് എഴുതും എന്നുള്ളതല്ലാതെ. എന്നിട്ടോ രണ്ടാമത്തെ വർഷം ഈ ഉണ്ണി MTയുടെ വലിയ സുഹൃത്തായി. എന്നിട്ട് ആ കൊല്ലം MTയെ എഡിറ്ററാക്കിയിട്ട് എലക്ട് ചെയ്യപ്പെട്ടു. എന്നിട്ട് അപ്പോൾ ഇയാൾ ഉണ്ണി തീരുമാനിച്ചു, ഈ പയ്യൻ്റെ ഒരു ചെറുകഥാ സമാഹാരം നമുക്ക് എന്തായാലും പ്രസിദ്ധീകരിക്കണം. അപ്പോൾ അങ്ങനെ അന്ന് MT എഴുതിയ കഥകളെല്ലാം കൂടി തട്ടിക്കൂട്ടി അവിടുത്തെ ഏറ്റവും ചിലവ് കുറഞ്ഞ പ്രസ്സിൽ, അല്ലാണ്ട് ചിലവ് കൂടിയ പ്രസ്സിൽ ഒന്നും നമുക്ക് അടിക്കാൻ പറ്റില്ല, ഈ വൈക്കോൽ കടലാസ് പോലെ ഏറ്റവും ചീപ്പായ കടലാസിൽ അടിച്ചു. അപ്പോൾ അതിന് പോലും കാശ് വേണം. അപ്പോൾ അത് എങ്ങനെ കാശുണ്ടാക്കുക? ആരുടെ കാശൊന്നുമില്ല. അപ്പോൾ ഈ ഉണ്ണി എന്ന് പറഞ്ഞ സുഹൃത്ത് പറഞ്ഞു, ഞാൻ കാശുണ്ടാക്കാം. അയാൾ രാപ്പകൽ ഷീട്ട് കളിച്ചിട്ട് ആ ഷീട്ട് കളിച്ച് കിട്ടിയ പൈസയാണ് ഈ പുസ്തക പ്രസാധനത്തിന് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അങ്ങനെ ഷീട്ട് കളിച്ചുണ്ടാക്കിയ കാശ് ഈ പുസ്തക പ്രകാശനത്തിന് ഉപയോഗിച്ച് ആ പുസ്തകം പുറത്തു വന്നു. MT കോളേജ് ജീവിതകാലത്ത് ആ വിക്ടോറിയ കോളേജിൻ്റെ ലൈബ്രറി നിങ്ങളൊന്ന് കാണണം. അവിടെ കാണാൻ ഞാൻ അവിടെ പഠിച്ച് അതേ കെമിസ്ട്രി ക്ലാസ്സിൽ പഠിച്ച്. ഇപ്പം എൻ്റെ ഫാദറിൻലോ അവിടെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാം കൂടിയാണ് MT വാസുദേവൻ നായർ. അപ്പോൾ ആ കോളേജിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഭാഗം അതിൻ്റെ വലിയ ലൈബ്രറിയാണ്. ഡോക്ടർ S രാധാകൃഷ്ണൻ 6 മാസം പ്രിൻസിപ്പളായിരുന്ന കോളേജാണ് വിക്ടോറിയ കോളേജ്. അവിടുത്തെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഈ വലിയൊരു ഹാളും അതിനൊരു വലിയ ബാൽക്കണിയും അതിൽ നിറയെ തടിയൻ ഗ്രന്ഥങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ അവിടെ അതിൻ്റെ ഉള്ളിൽ പോയാൽ നമുക്ക് പുറത്തേക്ക് വരാൻ തോന്നില്ല. അപ്പോൾ MT പലപ്പോഴും ഹോളിഡേ വന്നാൽ ലീവ് വീട്ടിൽ പോവാതെ ഈ ലൈബ്രറിയിൽ നിന്ന് ഒരു 5 or 6 പുസ്തകം 5 പേരുടെ കാർഡ് എടുത്തിട്ട് അവിടെ വന്ന് താമസിച്ച് അദ്ദേഹത്തിന് വായിക്കുക ചെയ്യാം. അപ്പം ഞാൻ അവിടെ നിന്നിട്ടാണ് ഏറ്റവും പല പുസ്തകങ്ങളും ഞാൻ സ്വന്തം വഴിക്കും വായിച്ചത്. ഇപ്പോൾ ബെർട്രാൻഡ് റസ്സലിൻ്റെ മുഴുവൻ കൃതികൾ അവിടെ നിന്നാണ് വായിച്ചത്. റൊമെയിൻ റോളൻ്റെ ജീൻ ക്രിസ്റ്റോഫ് എന്നുള്ള ബീഥോവൻ്റെ ജീവിതത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് റൊമെയിൻ റോളൻ്റെ എഴുതിയ വലിയ പുസ്തകമുണ്ട്. അത് ഞാൻ അവിടെ നിന്നാണ് വായിച്ചത്. ഇതൊക്കെ MT വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ പുസ്തകശാല ഈ കഥ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആ കാലത്തെ അനുഭവത്തിൽ അത് കഴിഞ്ഞ് വിക്ടോറിയ കോളേജിൽ കഴിഞ്ഞതും അദ്ദേഹം MB ട്യൂട്ടോറിയൽ എന്നുള്ള തൊട്ടടുത്തുള്ള സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. അപ്പം അന്ന് MB ട്യൂട്ടോറിയൽ ഏറെക്കുറെ വിക്ടോറിയ കോളേജ് പോലെ മഹത്തായ ഒരു സ്ഥാപനമാണ്. 3000 കുട്ടികൾ അതിലുണ്ടായിരുന്നു. അതിന് ഹോസ്റ്റലുണ്ടായിരുന്നു. അപ്പോൾ MT ഒരു എഴുതാത്ത കഥ എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതി. അതിൽ ഒരു അനുഭവം പറയുന്നു.
അവിടെ ഈ ടയാറ തെരുവ്, ടയാറ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് പാലക്കാട്ടൊരു ചെറിയ സ്ട്രീറ്റ് ഉണ്ട്. അവിടെയാണ് ഈ കോളേജിലത്തെ ഹോസ്റ്റൽ. ആ ഹോസ്റ്റലിൽ MT ആണ് വാർഡൻ എന്നാണ് സങ്കല്പം. എന്തായാലും MTക്ക് ഒരു മുറിയുണ്ട്. അപ്പോൾ അവിടെ ഇന്ന് MT ആ ഹോസ്റ്റലിൻ്റെ മുമ്പിൽ പോയി എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക. എന്താ ആലോചിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു നാടകം, കോളേജ് ഡേ ആയിരുന്നു. ഏതാ വിക്ടോറിയ കോളേജ് അല്ല, ഈ MB ടോട്ടോളിൻ്റെ കോളേജിൽ. അതിൽ ഒരു ക്ഷയരോഗിയുടെ വേഷം അഭിനയിച്ചു. ആ ക്ഷയരോഗിയുടെ വേഷം അഭിനയിച്ചു. അപ്പോൾ പിറ്റേ ദിവസം അവിടുത്തെ ഒരു പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടിയാണ്, ആ കുട്ടി വളരെ വിഷമിച്ചിട്ട് MTയോട് ചോദിക്കുക, നിങ്ങൾക്ക് ശരിക്കും സൂക്കടുണ്ടോ? എനിക്ക് വലിയ സങ്കടമായിട്ടോ കണ്ടിട്ട്, നിങ്ങൾക്ക് ചികിത്സിച്ചൂടെ ഡോക്ടറെ കണ്ടിട്ട്? അങ്ങനെ അത്ര തന്മയീഭവിച്ച് അന്ന് MT തന്നെയാണ് ആ നാടകം സംവിധാനം ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു അദ്ദേഹം ഈ കുട്ടിയോട് ഇതൊന്നും അല്ല എന്ന് പറഞ്ഞു. ഇത് ഞാൻ എഴുതാൻ ഉദ്ദേശിച്ച ഒരു കഥയാണ്, ആ കഥാകൃത്തിൻ്റെ പേര് MT വാസുദേവൻ നായർ എന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് ലേഖനം അവസാനിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു അനുഭവമുണ്ട്. അപ്പോഴേക്ക് ഈ ലോക ചെറുകഥാ മത്സരത്തിൽ 54 അദ്ദേഹത്തിന് സമ്മാനിതനായി. അത് കഴിഞ്ഞ് 58 മാതൃഭൂമിയിൽ ജോയിൻ ചെയ്തു. പിന്നെ ആണ് 59 4-8 സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നു. അതിൻ്റെ തമാശ അതല്ല. അത് കഴിഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞ് 66 മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് അദ്ദേഹം തിരക്കഥ എഴുതി. അപ്പോൾ ഒരു കാല് സാഹിത്യത്തിൽ, മറ്റൊരു കാല് പത്രപ്രവർത്തനത്തിൽ, ഇനി അടുത്തൊരു കാല് അദ്ദേഹം ഈ സിനിമയിലേക്കും വെച്ചു. അത് വലിയ സക്സസ്സായി. കരയുന്നോ പുഴ ചിരിക്കുന്നോ എന്ന് പാട്ട് കേൾക്കാത്ത ഒരാളുമില്ല. അങ്ങനെയുള്ള എല്ലാവരെയും സ്പർശിച്ച അതിൻ്റെ രസമൊക്കെ അദ്ദേഹം പറയാറുണ്ട്. ഈ പ്രേംനസീർ അന്ന് ഒരു ഇൻ്റർവ്യൂവിന് വന്നു, വെച്ചാൽ താരങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഇൻ്റർവ്യൂവിന്. അപ്പോൾ MT ആണ് അത് ചെയ്യണത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇയാളെ അത്ര ഇഷ്ടമായില്ല. അയാൾ ഈ ഒരു വിഗ്ഗൊക്കെ വെച്ചിട്ട് അയാൾ മുഖത്തൊന്നും ഭാവമില്ല. എങ്ങനെയാണ്? അപ്പോൾ പ്രേംനസീറിനോട് പറയും, ഈ വേഷത്തിലും ഒന്നും നമ്മളുള്ളൊരു ക്യാരക്ടർ അല്ല ഇത്. ഇതൊരു നാടൻ കൃഷിക്കാരനാണ്. അതിൽ അഭിനയിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊള്ളാം. പ്രേംനസീർ സമ്മതിച്ചു. എന്നിട്ട് മുടിയൊക്കെ വെട്ടി ആ മുറപ്പെണ്ണിൽ നമ്മൾ കാണുന്ന രൂപത്തിലായി. അത് കഴിഞ്ഞ് ആ സിനിമയിലോ അടുത്ത കൊല്ലം പകൽക്കിനാവ്, അതിൻ്റെ കൊടുത്തം നഗരമേ നന്ദി. അങ്ങനെ 72 ആകുമ്പോഴേക്ക് നിർമ്മാല്യം എന്നുള്ള സിനിമ അത് പ്രസിഡൻറ്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടാം. ഇങ്ങനൊരു ചലച്ചിത്ര ജീവിതം ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. സിനിമ തുടങ്ങി സിനിമയുടെ 6ാമത്തെ കൊല്ലം പ്രസിഡൻറ്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടുന്ന ചിത്രം സംവിധാനം ചെയ്യാം. അങ്ങനെ സമസ്ത രംഗങ്ങളിലും ഇങ്ങനെ വർദ്ധിച്ച് യശസ് കൂടി വരികയാണ്. അങ്ങനെ 3ാമത്തെ, അതായത് പത്രപ്രവർത്തനം, അതുപോലെ സാഹിത്യം, സിനിമ. ഈ സിനിമയാണ് അദ്ദേഹത്തിന് വലിയ യശസ്സും സാർവത്രികമായിട്ടുള്ള സ്വീകാര്യതയും ജനപ്രിയത്വം ഒക്കെ ഉണ്ടായത്. പിന്നെ 80കളിലാകുമ്പോഴേക്കും മമ്മൂട്ടി, മോഹൻലാൽ, ഇങ്ങനെ എത്രയോ വലിയ പ്രതിഭകളെ അവർക്ക് വേണ്ട ക്യാരക്ടേഴ്സിനെ അദ്ദേഹം നിർമ്മിച്ചു കൊടുക്കാം. അങ്ങനെ ആ ജീവിതം മുന്നോട്ട് പോകുന്നു. ഇനി 4ാമത്തെ പ്രവർത്തന മണ്ഡലമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ തുഞ്ചൻ മഠം. കാരണം അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തന മേഖലയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പോൾ അതുവരെ ഇവിടെ എന്തായിരുന്നു സ്ഥിതി? ഇവിടെ തുഞ്ചൻ സ്മാരക സമിതി എന്നൊരു സമിതിയാണ്. അത് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന. ഗവൺമെൻറ് കുറച്ച് ആളുകളെയൊക്കെ അതിൻ്റെ പ്രതിനിധികളായി നോമിനേറ്റ് ചെയ്യും. അങ്ങനെ ഒരു സമിതി. ഇപ്പം കേരളത്തിൽ അങ്ങനെ എത്രയോ സ്മാരക സമിതികളുണ്ട്. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി, അതുപോലെ എല്ലാ ജില്ലകളിലും ഇങ്ങനെ ഒരു സമിതി ഏതെങ്കിലും അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ്റെ പേരിലുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ അതിൻ്റെ പ്രധാനി ആരാണ്? ഒരാൾക്കും അറിയില്ല, ആരും ആലോചിക്കാറുമില്ല. കുമാരനാശാൻ സ്മാരക സമിതിയുണ്ട്, അതാരായിരുന്നു അതിൻ്റെ മേധാവി? ആർക്കും അറിയില്ല. പക്ഷേ തുഞ്ചൻ പറമ്പിൻ്റെ മേധാവി ആരാ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉത്തരമുണ്ട്. അതെല്ലാവർക്കും അറിയാം, MT വാസുദേവൻ നായർ. അപ്പം അങ്ങനെ കേരളത്തിൻ്റെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും കാണാവുന്ന
ഒരു വലിയ ഗോപുരമായിട്ട് MT ഇവിടെ നിന്നു. അപ്പോൾ അതിന് 94-ലാണ് അദ്ദേഹം ഇതിൻ്റെ ചുമതല ഏൽക്കുന്നത്. അപ്പോൾ അതുവരെ ഇവിടെ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ അന്ന് ഇവിടെ ജീവിച്ച അത് കണ്ടപ്പോൾ നന്ദകുമാർ MLA ഒക്കെ അന്നും ഈ സമിതിയിൽ അംഗമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നൊക്കെ കേട്ടറിഞ്ഞ വിവരം MN കാരശ്ശേരി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു ഗേറ്റ് പോലും ഇല്ല ഈ പറമ്പിൽ. അപ്പോൾ ഈ പറമ്പ് തന്നെ ഇതിൻ്റെ സമിതിയിലേക്ക് രജിസ്റ്റർ ചെയ്ത് വാങ്ങിയത് അതിൻ്റെ മുമ്പ് KP കേശവമേനോൻ, മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്ന KP കേശവമേനോൻ അധ്യക്ഷനായിരുന്ന കാലത്താണ്. അദ്ദേഹം ആ അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ പറമ്പ് 5 ഏക്കറോ മറ്റുള്ള പറമ്പ് ഈ സമിതിയുടെ പേരിൽ സമിതിയുടെ സ്വത്താക്കി മാറ്റി. അങ്ങനെയാണ് നിർണായകമായിട്ടുള്ള ഒരു ചുവടുവയ്പ്പ് അദ്ദേഹം നടത്തിയത്. പിന്നെ കാര്യമായ പ്രവർത്തനമൊന്നുമില്ല. ഇത് ഗേറ്റില്ല, വേലിയില്ല, ആർക്കും ഇവിടെ വന്ന് കഴിക്കാം. ഉത്സവം കാലമാണ്. ആനമയിലൊട്ടകം കളിക്കാരും ഈ കുലുക്കി കുത്തുകാരും ഒക്കെയാണ് വിഹരിക്കുക. അങ്ങനെ ആർക്കും ഇവിടെ കിടന്ന് വിലസാവുന്ന മട്ടിൽ അനാഥവും വിസ്മൃതവും ആയ ഒരു പുറമ്പോക്ക് സ്ഥലമായിട്ട് ഇരുന്ന ഈ തുഞ്ചൻ പറമ്പാണ് MT ഇത് ഏറ്റെടുക്കുമ്പോൾ കാണുന്നത്. അദ്ദേഹം തൻ്റെ ആത്മവിശ്വാസത്തിലും തുഞ്ചനിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ രണ്ടാമൂഴം എന്നുള്ള എഴുത്തച്ഛനും MTയും ഒരുപോലെ ആശ്രയിച്ച മഹാഭാരത കഥ എഴുതി എന്നുള്ള ആത്മവിശ്വാസത്തിലും അതിൽ തനിക്ക് അവകാശമുണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ടും അദ്ദേഹം ഏറ്റെടുത്തു ഇതൊരു ട്രസ്റ്റാക്കുക. MTയുടെ കാലത്താണ് ഇതൊരു ട്രസ്റ്റായത്. അങ്ങനെ ട്രസ്റ്റായിട്ട് ആണ് 95-96 മുതൽക്കാണ് ഇതിന് ഒരു രൂപമൊക്കെ ഉണ്ടായത്. പിന്നെ പൈസ വേണ്ടേ ഓരോ കാര്യത്തിനും? അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ല, നാട്ടിൽ നടന്ന് വിരിവില്ല. അപ്പോൾ പൈസ ഇങ്ങനെ വരണം. എങ്ങനെ വരിക? ഒരു ഉദാഹരണം പറയാം. കേട്ട കഥയാണ്, എന്നോട് കാരശ്ശേരി പറഞ്ഞതാണ്, അദ്ദേഹം ദൃക്സാക്ഷിയായി ആയിട്ടുള്ള കഥയാണ്. അപ്പോൾ 1955 MTക്ക് ജ്ഞാനപീഠം ലഭിച്ചു. അപ്പോൾ ജ്ഞാനപീഠം ലഭിച്ചപ്പോൾ ബോംബെ മലയാളികൾ അദ്ദേഹത്തിനൊരു ലഞ്ച് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പ്രധാനപ്പെട്ടുള്ള വ്യവസായിയായിട്ടുള്ള ലീലാപ്പൻ്റെ ഹോട്ടലിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഉടമസ്ഥനായ കൃഷ്ണൻ നായരാണ് MTയെ ക്ഷണിക്കുന്നത്. അപ്പോൾ MT പറഞ്ഞു, എനിക്ക് സമയം ഉണ്ടാവില്ല, ഞാനൊന്നും വരണില്ല. അപ്പോൾ ആകെ കൃഷ്ണൻ നായർക്ക് വലിയ പരിഭ്രമമായി. കാരണം MTയെ പോലുള്ളൊരാൾ തൻ്റെ ഹോട്ടലിൽ താൻ കൊടുക്കുന്ന ലഞ്ചിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിനും നല്ലതല്ലാലോ, നാണക്കേടല്ലേ. അപ്പോൾ PK രവീന്ദ്രനാഥ് എന്ന പേരിൽ മാതൃഭൂമിയുടെ ഒരു കറസ്പോണ്ടൻ്റായി. അദ്ദേഹം MTയുടെ വളരെ അടുത്ത ആളാണ്. അപ്പോൾ അദ്ദേഹം PK രവീന്ദ്രനാഥിനെ വിളിച്ചു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, MT വരുന്നില്ല എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങളൊരു മധ്യസ്ഥം പറഞ്ഞിട്ട് ഒന്ന് ശരിയാക്കണം. അപ്പോൾ MTയോട് രവീന്ദ്രനാഥ് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണെന്ന്, പോവാതിരുന്നാൽ വലിയ മോശമാണ്, വലിയ വിഷമാവുന്നത്. അപ്പോൾ MT പറഞ്ഞു, ശരി ഞാൻ പോവാം, ഒരു കണ്ടീഷനിൽ, ആ തുഞ്ചൻ പറമ്പിന് അദ്ദേഹം എന്തെങ്കിലും സംഭാവന നൽകണം. അത് ഞാൻ ചെയ്യാം, എന്താണ് ചെയ്യാം, എന്നാൽ ഞാൻ വരാം. അവിടെ എത്തി അവരെ ഭക്ഷണം കഴിച്ചു. അദ്ദേഹം 5 ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുത്തു. അങ്ങനെ എവിടെ ചെന്നാലും, ഖത്തറിൽ ചെന്നാലും ഗൾഫിൽ ചെന്നാലും അമേരിക്കയിൽ ചെന്നാലും എല്ലാം അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിഫലം, അദ്ദേഹത്തിന് പ്രതിഫലം വേണ്ട, അതെല്ലാം തുഞ്ചൻ പറമ്പിനുള്ള പ്രതിഫലം അല്ലെങ്കിൽ സംഭാവന എന്ന രീതിയിലേക്ക് അദ്ദേഹം മാറ്റി. അങ്ങനെ തനിക്ക് കിട്ടുന്ന എല്ലാ അംഗീകാരവും തനിക്ക് വേണ്ട, ഈ തുഞ്ചൻ പറമ്പിന് മതി എന്നുള്ള ഒരു അർപ്പണബോധത്തോടുകൂടി അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിൻ്റെ ക്രമേണയായിട്ടുള്ള വികാസം സംഭവിക്കുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ എന്തെല്ലാം പരിവർത്തനങ്ങളാണ് എന്നുള്ളത് ഞാൻ ഒന്ന് നോക്കി. എന്താണ് അദ്ദേഹം ഇവിടെ ഈ തുഞ്ചൻ ഫെസ്റ്റിവൽ ഇത്ര ഗംഭീരമായിട്ട് നടക്കാൻ തുടങ്ങിയത് ഈ MT വന്നതിന് ശേഷമാണ് എല്ലാവർക്കും അറിയാം. അതിനോടൊപ്പം തന്നെ ഈ എഴുത്താണി എഴുന്നള്ളിപ്പ് എന്നുള്ള ഫങ്ഷൻ വളരെ
മാധ്യമ ശ്രദ്ധ വലുതായിട്ട് കിട്ടുന്ന വിധത്തിൽ എല്ലാ വിഭാഗക്കാരും മതം ജാതി എന്ന് നോക്കാതെ എല്ലാ വിഭാഗക്കാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയ ഒരു എഴുത്തുകാരുടെ സർവമത സമ്മേളനം കൂടിയാക്കി മാറ്റി. അപ്പോൾ അതാണ് എം ടിയുടെ ആ സെക്കുലറായിട്ടുള്ള ഈ മതങ്ങൾക്കുപരിയായിട്ടുള്ള എഴുത്തിനോടും ഭാഷയോടുമുള്ള സ്നേഹത്തിൻ്റെ എഴുത്താണിയാണ്, എഴുത്തിൻ്റെ ആണിയാണത്. അതിനെ ആണ് നമ്മൾ വന്ദിക്കുന്നുണ്ട്. മതഭേദങ്ങളെയോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസങ്ങളെയോ അല്ല, അതിനൊക്കെ എല്ലാം ഉപരിയായിട്ടുള്ള ഒരു എഴുത്ത് എന്നുള്ള പൊതുവായിട്ടുള്ളൊരു സംഗതിയാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനായിട്ട് കഴിഞ്ഞു ആ എഴുത്താണി ഘോഷയാത്രയ്ക്ക്. അപ്പോൾ അത് തന്നെ സിംബോളി ഒരു പ്രതീകാത്മക മൂല്യമുണ്ട്. അതാണ് ഇതിനെ വളരെ ഒരു വിഭിന്നവും മറ്റ് എത്രയെല്ലാം സ്ഥലങ്ങളിൽ ഇതുപോലെ ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഒന്നും ഇങ്ങനൊരു സർവമത സമ്മേളനമോ ഇല്ലെങ്കിൽ മതത്തിനെ പറ്റി പ്രസംഗിക്കുന്ന സമ്മേളനമല്ല പറഞ്ഞത്. അതിലെ ആളുകൾ മതമെന്നാണോ ജാതി എന്താണെന്നോ നോക്കാതെ സമ്മേളിക്കുന്നതും ഈ ക്രമേണ ഈ തുഞ്ചൻ പറമ്പ് എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഏറ്റവും അമൂല്യമായിട്ടൊരു സെക്കുലർ സ്പേസ് ആക്കി മാറ്റിയതും എം ടി ആണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ കാലത്തെ ഏറ്റവും വലിയ സംഭാവന. ദിസ് ഈസ് എ മോസ്റ്റ് സേക്രഡ് സെക്കുലർ സ്പേസ്. അത് വലിയ ആർക്കും ഇവിടെ വരാം, എല്ലാവർക്കും ഇവിടെ സമ്മേളിക്കാം. എഴുത്തിനെ സ്നേഹിക്കുന്ന ഏത് മതം ജാതി ഇതൊന്നും വേണ്ട. ഇവിടെ നിങ്ങൾക്ക് എഴുത്തിനെ സ്നേഹിക്കാൻ അറിയാമെങ്കിൽ തുഞ്ചൻ മഠത്തിൽ സ്വാഗതം എന്നുള്ള ഒരു പറയാത്ത മുദ്രാവാക്യം ഇവിടെ എല്ലാ ദിക്കിലും മുഴങ്ങാൻ തുടങ്ങി. അതാണ് ഈ സെക്കുലർ സ്പേസിന് മറ്റെവിടുത്തെ സെക്കുലർ സ്പേസുകളേക്കാളും സ്വീകാര്യത ജനഹൃദയങ്ങളുണ്ടാക്കിയത്. ആ സെക്കുലർ സ്പേസ് ഇതേപോലെ നിലനിർത്തുകയും കാത്തു സൂക്ഷിക്കുകയും അതേ സെക്കുലർ സ്വഭാവത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇക്കാലത്ത് ചെയ്യേണ്ട ഏറ്റവും പവിത്രവും ഏറ്റവും ധീരവും ഏറ്റവും അത്യാവശ്യവുമായിട്ടുള്ള പ്രവർത്തനം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ തുഞ്ചൻ ഫെസ്റ്റിവലിൽ മറുനാടിൽ നിന്നുള്ള എഴുത്തുകാർ ധാരാളമായിട്ട് വരാൻ തുടങ്ങി. ഇപ്പോൾ ഗുൽസാർ ഇവിടെ വന്നതിനെ പറ്റി പറഞ്ഞു. ഗുൽസാറിനെ പോലെ എത്രയോ കവികൾ എഴുത്തുകാർ ഒക്കെ എല്ലാ കൊല്ലവും ഇവിടെ വന്നു. അങ്ങനെ മറുനാട്ടുകാർക്കും ഇന്ത്യയിലെ മറ്റ് ഭാഷക്കാർക്കും ശിവശങ്കരി ഇന്നിവിടെ വന്ന് പ്രസംഗിച്ചു, ഇവിടെ അനന്തമൂർത്തി വന്നു. പല നാട്ടുകളിൽ നിന്നും പല അജ്ഞാത ഭാഷകളിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ ഇവിടെ വരാനും ഒത്തുകൂടാനും ഇവിടുത്തെ ആളുകളായിട്ട് സംവദിക്കാനും എം ടി ഒരു സ്പേസ് ഒരുക്കി കൊടുത്തു. മലയാളികൾക്ക് അവരായിട്ട് സംസാരിക്കാം, അവർക്ക് നമ്മളായിട്ട് സംസാരിക്കാം, നമ്മുടെ കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കാം, അവരുടെ കലാരൂപങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കാം. അങ്ങനെ ഒരു അഖിലേന്ത്യാ മിക്സിങ് നടക്കുന്ന എല്ലാ ദിക്കിലും മതസ്പർദ്ധയും വൈരവും ഒക്കെ നടമാടുമ്പോൾ ഈ സെക്കുലർ സ്പേസിൽ അതല്ലാത്ത മൈത്രിയുടെയും സംവാദത്തിൻ്റെയും ജ്ഞാനാന്വേഷണത്തിൻ്റെയും വിശകലനങ്ങളുടെയും ഒക്കെയായ ഒരു സ്ഥലമായിട്ട് ഈ തുഞ്ചൻ പറമ്പ് മാറി. അതൊരു ഉത്സവ സ്ഥലം മാത്രമല്ല, ഒരു പാഠശാല കൂടിയാണ്, ഒരു ജീവിത സ്ഥലം കൂടിയാണ് എന്നുള്ള സന്ദേശം അത് ജനങ്ങൾക്ക് നൽകി. ഇതാണ് എം ടി ഈ തുഞ്ചൻ മഠത്തിലൂടെ ഈ തുഞ്ചൻ പറമ്പിൻ്റെ ഒരു സ്ഥാപനത്തിലൂടെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സന്ദേശം. അപ്പം ഇതിന് സമാനമായിട്ട് ഒരൊറ്റ സ്ഥാപനം ഞാൻ കണ്ടിട്ടുള്ളൂ. അത് വള്ളത്തോട് അക്കാലത്ത് കലാമണ്ഡലം കെട്ടിയുയർത്താനും നിലനിർത്താനും പണിപ്പെട്ട് നടന്ന പ്രയത്നത്തിനോടുകൂടി മാത്രമാണ്. എം ടിയെ പോലെ വള്ളത്തോളിനെ പോലെ അതേ ഗുണങ്ങളാണ് എം ടിക്ക് ഉണ്ടായിരുന്നത്. വള്ളത്തോളിനുണ്ടായിരുന്ന ഗുണം, ഞാൻ എഴുത്തുകാരനാണ്. ഒരു ആത്മവിശ്വാസമായിരുന്നു വള്ളത്തോളിന്. അതേ ആത്മവിശ്വാസമാണ് എം ടിക്കും ഉണ്ടായിരുന്നത്, ഞാൻ എഴുത്തുകാരനാണ്. അദ്ദേഹം ഞങ്ങൾ നടത്തിയ ഒരു സെമിനാറിൽ, ചെറിയ ഈ കോളേജ് കുട്ടികൾക്ക് വേണ്ടിയുള്ള സെമിനാർ 2 ദിവസം എം ടിയോടൊപ്പം എന്നാണ് സെമിനാറിൽ. ആ സെമിനാറിൽ ഒരു 10-20 കോളേജ് കുട്ടികൾ കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുട്ടികൾ
എം ടി അവരോട് സംവദിക്കും, അവർ എം ടിയോടും സംസാരിക്കും. ഭാഷാഭൂഷണ ആഭിമുഖ്യത്തിലാണ് നടത്തി ഈ പീരുമേടിനടുത്ത് കുറ്റിക്കാനം എന്ന സ്ഥലത്ത്. അപ്പോൾ അദ്ദേഹത്തിനോട് എം ടി പറഞ്ഞു, സ്വയം പറഞ്ഞു, ഞാൻ വലിയ കർഷകനൊന്നല്ല. വലിയ കർഷകന്മാരുണ്ട്, എഴുത്തുകാരുണ്ട്, ടോൾസ്റ്റോയ് ഉണ്ട്, ഡോസ്റ്റോവസ്കി ഉണ്ട്, അങ്ങനെ വലിയ ആ വംശത്തിൽ എത്രയോ വലിയ ആളുകളുണ്ട്. പക്ഷേ ഞാൻ ചെറിയ കർഷകനാണ്. പക്ഷേ ഞാൻ കർഷകനാണ്. ഞാൻ അതേ വംശത്തിൽപ്പെട്ട ഞാൻ ഒരു കർഷകനാണ്. അപ്പോൾ ആ ഒരു ബലത്തിൽ, ആ ആത്മവിശ്വാസത്തിൽ അത് വള്ളത്തോളും അത് തന്നെയായിരുന്നു. വള്ളത്തോളും താൻ എഴുത്തുകാരനാണ്, ഞാൻ കവിയാണ്. അപ്പോൾ ഗവർണർക്ക് ഇരിക്കാനുള്ള കസേല ഒഴിച്ചിട്ടപ്പോൾ കലാമണ്ഡലത്തിൻ്റെ ജൂബിലിക്ക് ഗവർണർ വരാൻ വൈകി, വള്ളത്തോളോടെ കയറിയിരുന്നു, ഞാൻ തന്നെ അവിടെ ഇരിക്കേണ്ടത് എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം ഈ വള്ളത്തോളിനും എം ടിക്കും ഒരുപോലെ ഉണ്ടായിരുന്നു. എം ടി എഴുത്തുകാരനോടെ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളൂ, എഴുത്തേ അദ്ദേഹത്തിൻ്റെ വിഷയമായിട്ടുള്ളൂ. അങ്ങനെ ഉറച്ച വിശ്വാസം. അപ്പോൾ അക്കിത്തം വള്ളത്തോളിനെ പറ്റി ഒരു കവിത എഴുതുണ്ടായി. അതിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് നിത്യപ്രോജ്വലമം സ്യമന്തക മഹാരത്നം കണക്കെ, നിത്യപ്രോജ്വലമം സ്യമന്തക മഹാരത്നം കണക്കെ ഭവാൻ അത്യന്ത പ്രിയമാർന്ന് പട്ടടവരെ കാത്തോരഹംഭാവവും. എന്തൊരു ഗംഭീരമായ അഹംഭാവമാണ്. നിത്യപ്രോജ്വലമാം സ്യമന്തക മഹാരത്നം കണക്കെ ഭവാൻ അത്യന്ത പ്രിയമാർന്ന് പട്ടടവരെ കാത്തോരഹംഭാവവും. ആ പട്ടടവരെ കാത്തു സൂക്ഷിച്ച അഹംഭാവത്തിൻ്റെ ആത്മബലത്തിലാണ് എം ടി ജീവിച്ചത്. ആ അഹംഭാവം ഞാനെന്ന ഭാവമല്ലത്, ഞാൻ ഊറ്റക്കാരനാണെന്നുള്ള ഭാവമല്ലത്, ഞാൻ എഴുത്തുകാരനാണ്. ഈ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ എഴുതി ഉണ്ടാക്കിയ വീടാണിത്, ഞാൻ എഴുതി ഉണ്ടാക്കിയ വീടാണ് എന്ന് സമദാനി ഒരു അനുഭവക്കുറിപ്പിൽ പറഞ്ഞില്ലേ. എം ടിയുടെ വീട്ടിൽ ചെന്ന് ഈ വീട് മുഴുവൻ കാണിച്ചിട്ട് ഇതൊക്കെ ഞാൻ എഴുതി ഉണ്ടാക്കിയതാണ്. താൻ എഴുതി ഉണ്ടാക്കിയ ആണ് ഈ സമസ്തവും. അതിൻ്റെ ആത്മാഭിമാനം, പവിത്രമായ അഹംഭാവം, അത് എം ടിയുടെ ബലമാണ്. അതാണ് അദ്ദേഹത്തെ എവിടെയും നിലനിർത്തിയത്. ഒരാളുടെ മുമ്പിലും അദ്ദേഹത്തിൻ്റെ തല കുനിഞ്ഞിട്ടില്ല. ഒരാളുടെ മുമ്പിലും അദ്ദേഹം വിനയമുണ്ടാവും, പക്ഷെ തല കുനിച്ചിട്ടില്ല. അങ്ങനെയൊരു ആത്മബലം ഉടനീളം ജീവിതത്തിൽ പുലർത്താൻ സാധിച്ചതുകൊണ്ടാണ് ആ സത്യസന്ധത. ഇതിനൊക്കെ വലിയ മനോഗുണങ്ങൾ വേണം, വലിയ വ്യക്തിത്വ ബലങ്ങൾ വേണം, വലിയ ആത്മബലങ്ങൾ വേണം. അതൊക്കെ ഉണ്ടാവുക, അതിനോടൊപ്പം എഴുത്തുണ്ടാവുക, അതിനോടൊപ്പം കലയോട് സ്നേഹം ഉണ്ടാവുക, അതോടൊപ്പം തൻ്റെ പൈതൃകമായി താൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു ബിംബം, അതാണ് എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ എന്നുള്ളൊരു കവിയാണ്. പക്ഷെ അതിനോടൊപ്പം മലയാള ഭാഷയുടെ സംസ്കാരം, അതിൻ്റെ മുഴുവൻ സത്ത, അത് നമുക്ക് വിലപ്പെട്ടതാണ്, അതേ നമുക്ക് ജീവിക്കാനുള്ളൂ. കാരണം ഒരു ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്, അതിലാണ് നമ്മൾ വസിക്കുന്നത്. ഓരോ അസ്തിത്വത്തിൻ്റെയും ഗൃഹമാണ് ഒരാളുടെ ഭാഷ എന്നാണ് ഈ തത്വചിന്തകനായ ഹൈഡഗർ പറഞ്ഞിട്ടുള്ളത്. അത് പിന്നെ പല ആളുകളും ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ വീട്ടിൽ ആരൊക്കെയോ എത്രയോ ചെറുതും വലുതുമായ കൈകൾ കൊണ്ട് ഇങ്ങനെ പണിത് ഇഷ്ടിക വെച്ച് പണിതാണ്. ആ പണിത വീട്ടിലിരിക്കുകയാണ് നമ്മളൊക്കെ. അതിനോട് ആ വീട്ടിൽ നിന്ന്, ആ വീട്ടിൻ്റെ അഭിമാനത്തോടു കൂടി, അതാണ് താൻ എഴുതിയുണ്ടാക്കിയതാണ് ഈ വീട് എന്ന് പറഞ്ഞത്. ഈ വീട്, ഈ എന്താ പറയേണ്ടത്, ഈ പവിത്രമായ ഈ സേക്രഡ് സ്പേസ്, ഇത് എം ടിയുടെ കൈകൊണ്ട് തന്നെയാണ്. ബാക്കി എല്ലാ കൈകളും സഹായത്തിനും പ്രോത്സാഹനത്തിനും പ്രേരിപ്പിച്ചുകൊണ്ട് പങ്കാളികളാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ സ്ഥലം പണിതത്. അതുകൊണ്ട് എം ടിയുടെ സ്മരണ ഇവിടെ നിരന്തരം നിലനിൽക്കും. അതിനോടൊപ്പം തന്നെ ആ സെക്കുലർ സ്പിരിറ്റും ഇവിടെ നിലനിൽക്കണം എന്ന് ഉറപ്പായിട്ടും നമ്മൾ ആശംസിക്കണം, അത് വിജയിപ്പിക്കണം. അതാണ് എം ടിയുടെ സ്മാരകം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നാരായൺ സാർ.
സാറിൻ്റെ ഒരു വാക്ക് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുവരെ ആരും അങ്ങനെ MTയെ പറ്റി പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. കേരളത്തിൻ്റെ ഏത് കോണിൽ നിന്ന് കാണാവുന്ന ഗോപുരം. എനിക്കത് അങ്ങനത്തെ ഇതുവരെ MTയെ പറ്റി ഏതെങ്കിലും അങ്ങനൊരു പ്രയോഗം നടത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കേരളത്തിൻ്റെ ഏത് കോണിൽ നിന്നും കാണാവുന്ന ഗോപുരം. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഇതായിട്ട് വളരെ നന്ദി സർ. ഇന്നത്തെ ഇതിന് നമ്മുടെ ഇന്നത്തെ സെഷൻ നന്ദി പറയാനേ ശ്രീ ലക്ഷ്മണൻ. ബഹുമാനപ്പെട്ട ഈ MT അനുസ്മരണ പ്രഭാഷണം വളരെ നല്ല രീതിയിൽ ആസ്വാദ്യകരമായും അതേപോലെ തന്നെ വളരെ ലളിതമായും നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച പ്രിയപ്പെട്ട KCക്ക് ഈ പരിപാടിയുടെ പേരിലും അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അതേപോലെ നമ്മുടെ ഈ സദസ്സിൽ അധ്യക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുന്ന വൈശാഖം മാഷ്ക്ക്, സ്വാഗതം ആശംസിച്ച വെങ്കടാചലം മാഷ്ക്ക്, എല്ലാവർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.